നമസ്കാരം. കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്നലെ വരെ പറഞ്ഞ കള്ളങ്ങളെല്ലാം അടപടലം പൊളിഞ്ഞു വീണിരിക്കുന്നു. PM ശ്രീ പദ്ധതി നടപ്പാക്കുമ്പോൾ കേന്ദ്രത്തിന്റെ നിർദ്ദേശങ്ങളൊന്നും നടപ്പാക്കില്ലെന്നും സിലബസ് സംസ്ഥാന സർക്കാർ തന്നെ തീരുമാനിക്കുമെന്നും പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിച്ച ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രി ഇന്ന് മോദിയുടെ വികസന കാഴ്ചപ്പാടിന് മുന്നിൽ തലകുനിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന ഈ ഇടതുപക്ഷ സർക്കാർ സ്വന്തം രാഷ്ട്രീയ എതിർപ്പുകളെല്ലാം വിഴുങ്ങി BJP വിരുദ്ധത വെറും വാചകവടി മാത്രമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. കേരളം ശക്തമായി എതിർക്കുന്ന ഭാരതീയ വിജ്ഞാന സമ്പ്രദായം അഥവാ IKS സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താമെന്ന് PM ശ്രീ പദ്ധതിയുടെ വ്യവസ്ഥകളിൽ വ്യക്തമാക്കുമ്പോൾ അതിന് അനുമതി നൽകിയത് ആരാണ്? RSS ആശയങ്ങൾ പ്രചരിപ്പിക്കാനാണ് IKS എന്ന് ആക്ഷേപിച്ച അതേ CPM സർക്കാർ ഇന്ന് അത് നടപ്പാക്കാൻ കൂട്ടുനിൽക്കുന്നു. മന്ത്രിയുടെ കള്ളത്തരങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞു വീണ് കഴിഞ്ഞിരിക്കുന്നു. അതായത് PM ശ്രീ നടപ്പാക്കുമെന്നും എന്നാൽ പദ്ധതിയിലെ നിർദ്ദേശങ്ങളൊന്നും നടപ്പാക്കേണ്ടി വരില്ലെന്നും സിലബസ് സംസ്ഥാന സർക്കാർ തന്നെ തീരുമാനിക്കുമെന്നുമാണ് ശിവൻകുട്ടി നേരത്തെ തള്ളിമറിച്ചത്. എന്നാൽ മന്ത്രിയുടെ വാക്കുകൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണെന്നുള്ള തെളിവുകൾ പുറത്തു വന്നു കഴിഞ്ഞു. PM ശ്രീ പദ്ധതി നടപ്പാക്കുമ്പോൾ NCERT സിലബസ് പിന്തുടർന്നില്ലെങ്കിൽ പോലും കേരളം ഏറെ ശക്തമായി എതിർക്കുന്ന ഭാരതീയ വിജ്ഞാന സമ്പ്രദായം അഥവാ ഇന്ത്യൻ നോളജ് സിസ്റ്റം IKS സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടി വരും. നമ്മുടെ പാരമ്പര്യങ്ങളും ആചാരങ്ങളും ഭാരതീയ വിജ്ഞാന സമ്പ്രദായങ്ങളും പാഠ്യപദ്ധതിയുടെ അവിഭാജ്യ ഘടകമായിരിക്കണമെന്ന് PM ശ്രീ പദ്ധതിയുടെ വ്യവസ്ഥകളിൽ എടുത്തു പറയുന്നുണ്ട്. RSS ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ കേന്ദ്രം നടപ്പാക്കുന്നതാണ് IKS എന്ന വിമർശനം നിലനിൽക്കെയാണ് കേരളത്തിൽ ഇത് പഠിപ്പിക്കാൻ വഴിയൊരുക്കുന്ന പദ്ധതിക്ക് ഇടത് സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. ഈ വർഷം NCERT അവതരിപ്പിച്ച 8ാം ക്ലാസ് പാഠപുസ്തകത്തിൽ IKSുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 5, 3, 3, 4 എന്ന പഠന രീതിയും വൈകാതെ തന്നെ നടപ്പാക്കേണ്ടി വരും. IKSലെ 6ാം വയസ്സിൽ മാത്രം 1ാം ക്ലാസ് പ്രവേശനം എന്നിവയുൾപ്പെടെയുള്ള ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ പല നിർദ്ദേശങ്ങളും കേരളം ഇതിനോടകം തന്നെ തലയിൽ മുണ്ടിട്ട് നടപ്പാക്കി കഴിഞ്ഞു. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലെ പ്രധാന നിർദ്ദേശങ്ങളെല്ലാം നടപ്പാക്കി കാട്ടുന്നതാണ് PM ശ്രീ സ്കൂളുകളെന്ന് കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ സെക്രട്ടറി സഞ്ജയ് കുമാർ ആവർത്തിച്ചു പറയുന്നുണ്ട്. ഇടതുപക്ഷ സർക്കാർ എപ്പോഴും പറഞ്ഞിരുന്നത് കേന്ദ്രത്തിന്റെ അടിച്ചേൽപ്പിക്കലുകളെ എതിർക്കുമെന്നാണ്. ഇപ്പോൾ 6ാം വയസ്സിൽ 1ാം ക്ലാസ് പ്രവേശനം ഉൾപ്പെടെയുള്ള ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ നിർദ്ദേശങ്ങൾ ഒളിച്ചും തെളിച്ചുമൊക്കെ നടപ്പാക്കുന്നുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയത്തെയും ഭാരതീയ വിജ്ഞാന സമ്പ്രദായത്തെയും കുറിച്ചുള്ള കേന്ദ്ര നിർദ്ദേശങ്ങളെ എതിർത്ത് വോട്ട് നേടിയ ശേഷം അധികാരത്തിൽ തുടരാനും കേന്ദ്ര ഫണ്ട് ഉറപ്പാക്കാനും വേണ്ടി തലയിൽ മുണ്ടിട്ട് ഇത് നടപ്പാക്കാൻ നിർബന്ധിതരായി. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്: മോദിയുടെ വികസന അജണ്ടയ്ക്ക് മുന്നിൽ രാഷ്ട്രീയ എതിർപ്പുകൾക്ക് നിലനിൽപ്പില്ല. കള്ളം പറഞ്ഞ അധികാരം നിലനിർത്താൻ ശ്രമിച്ച പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയും ഒടുവിൽ രാജ്യത്തിന്റെ പുരോഗതിയുടെ ഭാഗമാകാൻ നിർബന്ധിതരായിരിക്കുന്നു. കേരളത്തിന്റെ വിദ്യാഭ്യാസം ദേശീയ മുഖ്യധാരയിലേക്ക് എത്തിച്ചതിലൂടെ BJPയുടെയും പ്രധാനമന്ത്രിയുടെയും ദീർഘവീക്ഷണം വീണ്ടും വിജയിച്ചിരിക്കുന്നു. വികസനത്തിനെതിരെ രാഷ്ട്രീയമായി കണ്ണടച്ചവർക്ക് ഒടുവിൽ സത്യം അംഗീകരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഈ സംഭവത്തിന്റെ അന്തിമ ഫലം. ചുരുക്കത്തിൽ ശിവൻകുട്ടിയുടെ കള്ളത്തരം പൊളിഞ്ഞതും പിണറായി സർക്കാരിന്റെ ഇരട്ടത്താപ്പ് പുറത്തു വന്നതും കേരളത്തിന്റെ വിദ്യാഭ്യാസം ഒടുവിൽ രാജ്യത്തിന്റെ പൊതുധാരയിലേക്ക് എത്തുന്നു എന്നതിന്റെ ശക്തമായ സൂചന തന്നെയാണ്. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.